നിങ്ങൾ എപ്പോഴെങ്കിലും ഉം, ഒരു മീറ്റിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ആളുകൾ ഫോണിൽ നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കി ചിന്തകളിൽ മുഴുകുകയോ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ. അത് വളരെ സാധാരണയായി കാണുന്നൊരു കാര്യമാണ്. അതെ, ശരിക്കും ആ സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു നിരാശയുണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. നമ്മൾ എത്രത്തോളം തയ്യാറെടുപ്പുകൾ നടത്തി വന്നാലും ആ ഒരു നിമിഷത്തിൽ നമ്മുടെ ആത്മവിശ്വാസം പെട്ടെന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡീപ് ഡൈവ് ഡിസ്കഷൻ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് മാസ്റ്ററിംഗ് ദി ആർട്ട് ഓഫ് ക്യാപ്റ്റിവേറ്റിംഗ് യുവർ ഓഡിയൻസ് എന്ന സോഴ്സിലെ യൂണിറ്റ് 4 സമ്മറിയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളും അടങ്ങിയ ഒരു മെറ്റീരിയലാണ്. അതെ, ഇതൊരു വളരെ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ശരിയാണ്. ഓക്കെ, ലെറ്റ്സ് അൺപാക്ക് ദിസ്. ഒരു പ്രസന്റേഷൻ നടത്തുമ്പോൾ നിങ്ങളുടെ ഓഡിയൻസിന്റെ ശ്രദ്ധ എങ്ങനെ പൂർണ്ണമായും പിടിച്ചുപറ്റാം എന്നതിനെക്കുറിച്ചും ആശയങ്ങൾ എങ്ങനെ ഫലപ്രദമായി സംവദിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ഒരു ഗംഭീര ടൂൾ കിറ്റാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വളരെ കൃത്യമായ ഒരു തുടക്കം തന്നെയാണ് നിങ്ങൾ നൽകിയത്. കാരണം ഒരു ഓഡിയൻസിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വെറുമൊരു ടെക്നിക്കൽ സ്കിൽ മാത്രമല്ല, അതൊരു വലിയ കലയാണ് ശരിക്കും. അതെ, അതൊരു ആർട്ട് തന്നെയാണ്. നമ്മൾ എത്രത്തോളം അറിവുള്ള ആളാണെങ്കിലും ആ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പ്രസന്റേഷൻ പൂർണ്ണമായും പരാജയമാണ്. ഈ സോഴ്സ് മെറ്റീരിയൽ നമ്മളെ പഠിപ്പിക്കുന്നത് അത്തരം ചില പ്രാക്ടിക്കൽ ടെക്നിക്സ് ആണ്. അറിവിനെ എങ്ങനെയാണ് ഒരു ആകർഷകമായ അനുഭവമാക്കി മാറ്റേണ്ടത് എന്നാണ് ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ പലപ്പോഴും മീറ്റിംഗുകളിൽ വെറും ഫാക്ട്സും ഡാറ്റയും മാത്രമാണല്ലോ അവതരിപ്പിക്കാറ്. പക്ഷേ ഈ സോഴ്സിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം ഒരു ചോദ്യമായി തന്നെ ചോദിക്കുകയാണ്. ഒരു ഓഡിയൻസിനെ ഇമോഷണലായി കണക്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. എനിക്ക് തോന്നുന്നൊരു സംശയം, ഒരു കോർപ്പറേറ്റ് മീറ്റിംഗിലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ പ്രസന്റേഷനിലോ ഈ പറയുന്ന ഇമോഷണൽ കണക്ഷൻ ശരിക്കും പ്രായോഗികമാണോ? ആളുകൾ അവിടെ വരുന്നത് ഡേറ്റ കാണാനല്ലേ? വാട്ട്സ് ഫാസിനേറ്റിംഗ് ഹിയർ ഈസ് ഡേറ്റ കാണാനാണ് ആളുകൾ വരുന്നത് എന്നത് നമ്മുടെ ഒരു പൊതുവായ ധാരണയാണ്. എന്നാൽ മനുഷ്യർ തീരുമാനങ്ങൾ എടുക്കുന്നത് പലപ്പോഴും വികാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ. അതെ, ഡേറ്റ ആ തീരുമാനത്തെ ശരിവെക്കാൻ മാത്രമാണ് അവരുപയോഗിക്കുന്നത്. നിങ്ങൾ ഡേറ്റ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾവികാർക്ക് അത് വളരെ വേഗം ബോറടിക്കും. ഈ സോഴ്സ് കൃത്യമായി പറയുന്നത് നിങ്ങൾ ഓഡിയൻസിന്റെ ഹൃദയവും മനസ്സും കീഴടക്കണം എന്നാണ്. അതെങ്ങനെ സാധിക്കും ഈ ഒരു കോർപ്പറേറ്റ് സെറ്റിംഗ്സിൽ? അതിന് ചില ഡെലിവറി ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഒരു പ്രസന്റേഷൻ തുടങ്ങുമ്പോൾ തന്നെ വിരസമായ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നതിന് പകരം ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഷോക്കിംഗ് ഫാക്റ്റ് പറയാം. ഒരു ഹുക്ക് പോലെ. എക്സാക്ട്ലി. കഴിഞ്ഞ വർഷം മാത്രം നമ്മുടെ കമ്പനിക്ക് നഷ്ടപ്പെട്ടത് 10,000 കസ്റ്റമേഴ്സിനെയാണ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഒറ്റയടിക്ക് നിങ്ങളിലേക്ക് വരും. അതുപോലെ നല്ല ഹെൽത്തി ജോക്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ചില പേഴ്സണൽ എക്സ്പീരിയൻസസ്, അതുമല്ലെങ്കിൽ കേൾവിക്കാരുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ടച്ചിങ് ഇൻസിഡൻസ് എന്നിവയൊക്കെ ഉപയോഗിക്കുന്നത് ഓഡിയൻസിനെ വൈകാരികമായി നമ്മളോട് അടുപ്പിക്കാൻ സഹായിക്കും. തുടക്കത്തിൽ തന്നെ ഈ രീതിയിൽ നല്ലൊരു റാപ്പോ ഉണ്ടാക്കിയെടുത്താൽ പിന്നീട് നിങ്ങൾ അവതരിപ്പിക്കുന്ന ഡാറ്റ അവരെ ബോധ്യപ്പെടുത്തുക അഥവാ പെർസ്വേഷൻ വളരെ എളുപ്പമാകും. അത് കേൾക്കുമ്പോൾ വളരെ ശരിയാണെന്ന് തോന്നുന്നു. കാരണം ഞാനും ഓർക്കുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രസന്റേഷൻസ് എല്ലാം തന്നെ ഒരു കഥയിലോ അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിക്കുന്ന എന്തെങ്കിലും ഒരു ഫാക്റ്റിലോ തുടങ്ങുന്നവയായിരുന്നു. അതെ അതെ. ആ ഒരു റാപ്പോ ബിൽഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഇനി ഇതിൽ പറയുന്ന മറ്റു പ്രധാനപ്പെട്ട ഡെലിവറി ടെക്നിക്സ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യം തന്നെ എടുത്തു പറയുന്നത് പ്രിപ്പറേഷനാണ്. നമ്മൾ ആർക്കാണ് പ്രസന്റേഷൻ നൽകുന്നത് എന്ന് മുൻകൂട്ടി അറിയണമെന്ന് പറയുന്നുണ്ട്. ഓഡിയൻസ് ഡെമോഗ്രാഫിക്സ് അറിഞ്ഞിരിക്കേണ്ടത് അത്രത്തോളം പ്രധാനമാണോ? തീർച്ചയായും. നിങ്ങൾ കോളേജ് വിദ്യാർത്ഥികളോടാണോ അതോ ഒരു കമ്പനിയിലെ സിഇഒമാരോടാണോ സംസാരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ സംസാരത്തിന്റെ ശൈലി. ഓഡിയൻസിന്റെ പ്രായം, അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ താൽപ്പര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം കണ്ടന്റ് തയ്യാറെടുക്കാൻ. ഒപ്പം നിങ്ങളുടെ ആശയങ്ങൾ വളരെ ലോജിക്കലായി അറേഞ്ച് ചെയ്യുകയും വേണം. ഇതിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട മറ്റൊരു സുപ്രധാന കാര്യം ഓഡിയൻസ് അറ്റൻഷൻ സ്പാൻ ആണ്. അതെ, ഇന്നത്തെ കാലത്ത് ആളുകളുടെ ശ്രദ്ധ കിട്ടുക എന്നത് വലിയൊരു ടാസ്ക്കാണ്.
ഈ ടിക്ടോക്ക് റീൽസൊക്കെ വന്നതിന് ശേഷം ആളുകൾക്ക് ഒരു കാര്യത്തിലും വലിയ ശ്രദ്ധ നിൽക്കുന്നില്ല. എല്ലാവർക്കും വളരെ വേഗത്തിൽ കാര്യങ്ങൾ അറിയണം. ശരിയാണ്. അപ്പോൾ ഈ കുറഞ്ഞ അറ്റൻഷൻ സ്പാനുള്ള ഒരു ഓഡിയൻസിനോട് നമ്മൾ എങ്ങനെയാണ് ഫലപ്രദമായ ഒരു നീണ്ട പ്രസന്റേഷൻ നടത്തുക? അവതരിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം വരുന്നത് സങ്കീർണമായ വാക്കുകൾ പരമാവധി ഒഴിവാക്കി വളരെ ലളിതമായി സംസാരിക്കുക. ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നത് അഥവാ റെപ്പറ്റീഷൻ പൂർണ്ണമായും ഒഴിവാക്കുക. അത് വളരെ പ്രധാനമാണ്. അതുപോലെ പലർക്കുമുള്ളൊരു സ്വഭാവമാണ് സംസാരിക്കുന്ന വിഷയത്തിൽ നിന്നും മാറി ഓഫ് ടോപ്പിക് സംസാരിക്കുക എന്നത്. ഇത് തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. ആളുകൾക്ക് അവരുടെ സമയം വളരെ വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഈ പറയുന്നതിന്റെ കൂട്ടത്തില് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം പലരും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാറില്ല എന്നതാണ്. പലപ്പോഴും ആളുകൾ കയ്യിലിരിക്കുന്ന നോട്ട്സ് അല്ലെങ്കിൽ സ്ക്രീനിലെ സ്ലൈഡ്സ് നോക്കി വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെ അതെ, അത് വളരെ കോമൺ ആണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും അവർക്ക് ആ വിഷയത്തിൽ വലിയ ആത്മവിശ്വാസമില്ല എന്ന്. എപ്പോഴും ഓഡിയൻസുമായി ഐ കോണ്ടാക്ട് നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സോഴ്സിൽ എടുത്തു പറയുന്നുണ്ടല്ലോ. തീർച്ചയായും ഐ കോണ്ടാക്ട് ഇല്ലാതാകുമ്പോൾ തന്നെ നിങ്ങൾക്കും ഓഡിയൻസിനുമിടയിലുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ നഷ്ടപ്പെടും. നിങ്ങൾ അവരോടല്ല മറിച്ച് സ്ക്രീനിനോടാണ് സംസാരിക്കുന്നതെന്ന തോന്നൽ അവർക്കുണ്ടാകും. ഇതിനോടൊപ്പം ചേർത്തു വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് വിഷ്വൽ എയ്ഡ്സിന്റെ ഉപയോഗം. സ്ലൈഡുകളുടെ കാര്യം. അതെ, പലപ്പോഴും പ്രസന്റേഷൻസ് ഒരു ഡെത്ത് ബൈ പവർ പോയിന്റായി മാറാറുണ്ട്. അമിതമായ വിഷ്വലുകൾ ഒഴിവാക്കുക എന്നതാണ് ഇതിലെ പ്രധാന നിയമം. വളരെ ആകർഷകവും എളുപ്പം വായിക്കാൻ കഴിയുന്നതുമായ ബ്രീഫ് സ്ലൈഡ്സ് മാത്രം ഉപയോഗിക്കുക. ഒരുപാട് അക്ഷരങ്ങളും ചിത്രങ്ങളും ഒരു സ്ലൈഡിൽ കുത്തിനിറച്ചാൽ ഓഡിയൻസിന്റെ ശ്രദ്ധ നിങ്ങൾ പറയുന്നതിൽ നിന്നും മാറി ആ സ്ലൈഡുകൾ വായിക്കുന്നതിലേക്ക് പോകും. വിഷ്വൽ എയ്ഡ്സ് എപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ളതാകണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സ്ലൈഡുകൾ നമ്മുടെ സ്ക്രിപ്റ്റ് ആകാൻ പാടില്ല. അതൊരു സപ്പോർട്ടിംഗ് ടൂൾ മാത്രമാണ്. ഇനി ഈ സമ്മറിയിൽ പറയുന്ന മറ്റൊരു ചോദ്യം ടൈം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ പ്രസന്റേഷൻ നടത്തുമ്പോൾ എപ്പോഴും നിശ്ചയിച്ച സമയത്തിലും കുറച്ചു മിനിറ്റുകൾക്ക് മുൻപ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. പലരും സമയം തികയാതെ ബുദ്ധിമുട്ടുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോഴാണ് കുറച്ചു മുൻപ് നിർത്തണം എന്ന് ഈ ടൂൾ കിറ്റ് പറയുന്നത്. ഇതിന്റെ ലോജിക് എന്താണ്? അതിന് വളരെ വ്യക്തമായൊരു കാരണമുണ്ട്. അവസാനം ഓഡിയൻസിന്റെ ഫീഡ്ബാക്കിനും അതുപോലെ ഒരു ചെറിയ Q&A ഡിസ്കഷനും സമയം നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ മാത്രമല്ല അവർ വന്നിരിക്കുന്നത്, അവരുടെ സംശയങ്ങൾ തീർക്കാനും അഭിപ്രായങ്ങൾ പറയാനും കൂടിയാണ്. ശരിയാണ്, അതൊരു ടൂ വേ സ്ട്രീറ്റ് ആണ്. എക്സാക്ട്ലി. ആ ഒരു ഫീഡ്ബാക്ക് സെഷനാണ് പലപ്പോഴും നിങ്ങളുടെ പ്രസന്റേഷന്റെ യഥാർത്ഥ വിജയം അളക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് ഒരു 30 മിനിറ്റാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ 25 മിനിറ്റിൽ സംസാരം അവസാനിപ്പിച്ച് ബാക്കി സമയം ഡിസ്കഷനായി മാറ്റിവെക്കുന്നതാണ് എപ്പോഴും നല്ലത്. വോക്കൽ ഡെലിവറിയുടെ കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ എത്ര നല്ല സ്ലൈഡ് ഉണ്ടാക്കിയാലും കണ്ടന്റ് എത്ര ഗംഭീരമാണെങ്കിലും നമ്മുടെ ശബ്ദത്തിൽ ആ ഒരു ഊർജ്ജമില്ലെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് ബോറടിക്കുമല്ലേ? തീർച്ചയായും. ഇതിലെ രണ്ടാമത്തെ സെക്ഷൻ പ്രധാനമായും ഈ വോക്കൽ പ്രൊജക്ഷനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന്റെ പേസ് അഥവാ വേഗത എങ്ങനെയായിരിക്കണം, അതുപോലെ നമ്മുടെ വോയിസ് മോഡുലേഷൻ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ളത് പലർക്കും വലിയൊരു വെല്ലുവിളിയാണ്. ഈ സോഴ്സ് അതിന് നൽകുന്ന ഉത്തരം വളരെ വ്യക്തമാണ്. എപ്പോഴും ഒരു മോഡറേറ്റ് സ്പീഡ് നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വളരെ വേഗത്തിൽ സംസാരിച്ചാൽ അത് കേൾക്കാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാകും. അത് കേൾക്കുന്നവർക്ക് വളരെ ഡിസ്ട്രാക്റ്റിംഗ് ആകും. കുറഞ്ഞാലോ? വളരെ പതുക്കെ ആയാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ബോറിംഗ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു മോഡറേറ്റ് പേസ് കണ്ടെത്തുക എന്നതാണ് ആദ്യത്തെ പടി. അത് കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ ഒരു വലിയ ഓഡിയൻസിന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ പേസ് നിലനിർത്തുക എന്നത് ശരിക്കൊരു വെല്ലുവിളിയല്ലേ? പലപ്പോഴും ടെൻഷൻ കാരണം നമ്മൾ അറിയാതെ ഭയങ്കര സ്പീഡിൽ സംസാരിച്ചു പോകും. ഒരു അഡ്രിനാലിൻ റഷ് കാരണം സമയം പോകുന്നതേ നമ്മൾ അറിയില്ല. അപ്പോൾ ഈ വോയിസ് മോഡുലേഷൻ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ആ ടെൻഷൻ മറികടക്കാൻ വളരെ രസകരമായ ഒരു രീതിയാണ് ഇതിൽ നിർദ്ദേശിക്കുന്നത്. നമ്മൾ സ്പീച്ച് തയ്യാറാക്കുമ്പോൾ ആ ഡ്രാഫ്റ്റിൽ തന്നെ ചില റിമൈൻഡേഴ്സ് എഴുതി ചേർക്കുക. റിമൈൻഡേഴ്സോ? അതെങ്ങനെയാണ്? അതായത് നമ്മൾ വായിക്കുന്ന നോട്ട്സിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾക്ക് ശേഷം ഒരു ബ്രാക്കറ്റിൽ പോസ്, അതുപോലെ വേഗത കുറയ്ക്കേണ്ടടുത്ത് സ്ലോ ഡൗൺ, ഒരു കഥ പറയുമ്പോൾ മുഖത്ത് വേണ്ട ഭാവത്തിന് സ്മൈൽ
എന്നിങ്ങനെയുള്ള റിമൈൻഡേഴ്സ് ഉൾപ്പെടുത്തുക. ഇതൊരു മികച്ച ടെക്നിക്കാണ്. ഇതിൽ ആ പോസ് അഥവാ നിർത്തുക എന്നതിന് വലിയൊരു പവറുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റ് പറയുന്നതിന് തൊട്ടു മുൻപ് ഒന്ന് പോസ് ചെയ്താൽ അത് ഓഡിയൻസിൽ വലിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കും. ആ ഡ്രാഫ്റ്റിലെ റിമൈൻഡേഴ്സ് എഴുതി വെക്കുന്നത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചറായിരിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പോസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് നമ്മൾ പോയിന്റ് മറന്നുപോയെന്ന് തോന്നുമോ എന്ന്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ അതിന് പിന്നിലെ ആ ഒരു സസ്പെൻസ് ബിൽഡിംഗ് എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. അതെ, അത് വളരെ പവർഫുൾ ആണ്. ഹിയർ ഈസ് വെയർ ഇറ്റ് ഗെറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. മറ്റൊന്ന്, നമ്മൾ മൈക്രോഫോൺ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം. കാരണം പലരും സ്റ്റേജിൽ കയറി മൈക്ക് കയ്യിൽ കിട്ടുമ്പോൾ ആകെ പതറിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ചിലരുടെ ആ ഒരു ശ്വാസമെടുക്കുന്ന ശബ്ദം വരെ സ്പീക്കറിലൂടെ വളരെ ലൗഡായിട്ട് കേൾക്കാം. അതെ, മൈക്കൊരു വില്ലനാകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മൈക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നതിൽ സോഴ്സ് നൽകുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ നോക്കിയാൽ ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോഫോണിന്റെ കപ്പാസിറ്റി മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. മൈക്കിന് വല്ലാതെ അടുത്തോ അതുപോലെ വല്ലാതെ അകലെയോ നിൽക്കരുത്. ചിലർ മൈക്ക് വിഴുങ്ങുന്ന പോലെ നിൽക്കുന്നത് കാണാം. അതെ, അതുപോലെ ചിലർ മൈക്ക് കയ്യിൽ കിട്ടിയാൽ വളരെ ഉച്ചത്തിൽ സംസാരിക്കും. അതിന്റെ യാതൊരു ആവശ്യവുമില്ല. കാരണം മൈക്ക് നിങ്ങളുടെ ശബ്ദം ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉച്ചത്തിൽ സംസാരിച്ചാൽ അത് ഓഡിയൻസിന് വലിയ അസ്വസ്ഥതയുണ്ടാക്കും. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ ശ്വാസമെടുക്കുന്ന ശബ്ദം, അതായത് ബ്രീത്തിങ് സൗണ്ട് ഓഡിയൻസ് കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൈക്കിൽ നിന്ന് ഒരു നിശ്ചിത അകലം പാലിച്ചാൽ ഇത് നമുക്ക് ഒഴിവാക്കാം. തീർച്ചയായും. ശബ്ദം പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ശരീരഭാഷയും, അല്ലേ? ബോഡി ലാംഗ്വേജ്, അതുപോലെ ഹാൻഡ് ജെസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ സംസാരത്തിന് വലിയൊരു സപ്പോർട്ടാണ് നൽകുന്നത്. ഇതിൽ പറയുന്ന മറ്റൊരു രസകരമായ കാര്യം, പ്രസന്റേഷൻ അവസാനിക്കാറാകുമ്പോൾ നമ്മൾ നിൽക്കുന്ന പോഡിയത്തിന് പിന്നിൽ നിന്ന് മാറി ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് നടക്കുന്നത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ്. ഞാനത് വിഷ്വലൈസ് ചെയ്ത് നോക്കുകയാണ്. ഒരു സ്പീക്കർ പെട്ടെന്ന് സ്റ്റേജിന്റെ മുൻപിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം. പോഡിയം എന്ന് പറയുന്നത് പലപ്പോഴും സ്പീക്കർക്കും ഓഡിയൻസിനുമിടയിലുള്ള ഒരു അദൃശ്യമായ മതിലാണ്. പലരും ഒരു സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് പോഡിയത്തിനു പിന്നിൽ ഒഴിച്ചു നിൽക്കുന്നത്. അതിൽ നിന്ന് മാറി അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അവരിൽ ഒരാളായി മാറുകയാണ്. ആ ഒരു സാമീപ്യം, ആ ഒരു വൾണറബിലിറ്റി നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ ശക്തി നൽകും. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ? ഇതൊക്കെ ഫിസിക്കലായി സ്റ്റേജിൽ നിൽക്കുമ്പോഴുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ പാൻഡമിക്കിന് ശേഷം സാഹചര്യങ്ങൾ ഒരുപാട് മാറിയല്ലോ. എല്ലാം ഡിജിറ്റലാണ്. പോഡിയവും സ്റ്റേജും ഒന്നും പലപ്പോഴുമില്ല. സൂം കോളുകളിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിലോ പ്രസന്റേഷൻ നടത്തുമ്പോൾ എന്തൊക്കെയാണ് വലിയ മാറ്റങ്ങൾ വരുന്നത്? ഒരു സ്ക്രീനിന് മുൻപിലിരുന്ന് നമ്മൾ എങ്ങനെയാണ് ആളുകളെ ക്യാപ്റ്റിവേറ്റ് ചെയ്യുക? ഇഫ് വി കണക്ട് ദിസ് ടു ദ ബിഗർ പിക്ചർ, ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണ്. അവിടെ ഓഡിയൻസ് നിങ്ങളുടെ മുന്നിൽ ഫിസിക്കലായി ഇല്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രസന്റേഷനിൽ നിന്ന് പുറത്തു പോകാം. മാത്രമല്ല, നിങ്ങൾ അവതരിപ്പിക്കുന്ന കണ്ടന്റ് ഇന്റർനെറ്റിൽ കൂടുതൽ കാലം നിലനിൽക്കുന്നതുമാണ്. ഈ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളാൻ പ്രധാനമായും 5 ഘട്ടങ്ങളിലൂടെ കടന്നുപോകണമെന്നാണ് ഈ എസ്സേ ഫോക്കസ് വ്യക്തമാക്കുന്നത്. ആ 5 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് വീഡിയോ പ്ലാറ്റ്ഫോംസ് ആണ് എന്നിതിൽ പറയുന്നുണ്ട്. അതായത് യൂട്യൂബ്, ടിക്ടോക്ക്, വിമിയോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. അവിടെ കിട്ടുന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ള കൃത്യമായ ഓഡിയൻസ് ഫീഡ്ബാക്ക് നമുക്ക് കമന്റുകളിലൂടെ വളരെ പച്ചയായി ലഭിക്കും. സ്റ്റേജിലാണെങ്കിൽ ആളുകൾ ചിലപ്പോൾ മുഖത്തു നോക്കി മോശം പറയില്ല. പക്ഷെ ഓൺലൈനിൽ അവർ സത്യം പറയും, അല്ലേ? കൃത്യം. ആ ഫീഡ്ബാക്ക് വളരെ ബ്രൂട്ടലായിരിക്കും. പക്ഷേ അത് നമ്മളെ ഒരുപാട് വളർത്തും. രണ്ടാമത്തെ ഘട്ടം ലൈവ് സ്ട്രീമിംഗ് ആണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നത് ഓഡിയൻസുമായി ഒരു റിയൽ ടൈം ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ സഹായിക്കും. അത് റെക്കോർഡഡ് വീഡിയോസ് പോലെയല്ലല്ലോ. അതെ, റെക്കോർഡ് ചെയ്ത വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായി ലൈവിൽ നമുക്കൊരു സുരക്ഷാ വലയമില്ല. ആളുകൾ അപ്പപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഇത് പെട്ടെന്ന് പ്രതികരിക്കാനുള്ള നമ്മുടെ കഴിവും, അതായത് അഡാപ്റ്റബിലിറ്റി, അതുപോലെ യാതൊരു സ്ക്രിപ്റ്റുമില്ലാതെ സംസാരിക്കാനുള്ള ആത്മവിശ്വാസവും വലിയ രീതിയിൽ വർദ്ധിപ്പിക്കും. ആ ലൈവ് ഇന്ററാക്ഷൻ ഒരു പ്രത്യേക എനർജി തരുന്ന കാര്യമാണ്. മൂന്നാമത്തെ പോയിന്റ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെറുതെ കുറേ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ സ്വന്തം അനുഭവങ്ങളും കഥകളും, അതായത് ആനക്ടോട്ട്സ് പറയുന്നത് ഡിജിറ്റൽ അവതരണത്തിന് കൂടുതൽ ഓതന്റിസിറ്റി നൽകും.
ഡിജിറ്റൽ ലോകത്ത് ഒരുപാട് ഫേക്കായ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് എപ്പോഴും യഥാർത്ഥ കഥകൾ കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതെ, ആ ഓതന്റിസിറ്റിയാണ് ഡിജിറ്റൽ ലോകത്ത് നമ്മളെ വേറിട്ട് നിർത്തുന്നത്. ഇനി 4ാമത്തെ ഘട്ടം നോക്കാം. പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോംസ് ആൻഡ് ഓൺലൈൻ കമ്മ്യൂണിറ്റീസ്. സ്പോട്ടിഫൈ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങളുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താൻ വലിയ രീതിയിൽ സഹായിക്കും. അതെ, അവിടെ വിഷ്വലുകളില്ലല്ലോ. ശരിയാണ്. നിങ്ങൾ കൈകൊണ്ട് കാണിക്കുന്ന ജസ്റ്റേഴ്സ് ആരും കാണുന്നില്ല. നിങ്ങളുടെ ശബ്ദം മാത്രമാണ് അവിടെ താരം. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മാത്രം ഒരു ചിത്രം വരച്ചു കാണിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതുപോലെ ലിങ്ക്ഡ്ഇൻ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ പോലെയുള്ള ഓൺലൈൻ കമ്മ്യൂണിറ്റികളിൽ സജീവമാകുന്നത് മറ്റു പ്രസന്റേഴ്സുമായി ആശയവിനിമയം നടത്താനും നല്ലൊരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കും. ഈ പറയുന്ന പോഡ്കാസ്റ്റിന്റെ കാര്യം എനിക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ശബ്ദം കൊണ്ട് മാത്രം ഒരു ഇമോഷൻ കൊണ്ടുവരിക എന്നത് വലിയൊരു പ്രാക്ടീസ് വേണ്ട കാര്യമാണ്. ഇനി 5ാമത്തെയും ഏറ്റവും നിർണായകവുമായ അവസാനത്തെ ഘട്ടം, അനലിറ്റിക്സ് ടൂൾസ്. ഇന്ന് നമ്മൾ എന്ത് ചെയ്താലും അതിനൊക്കെ ഡേറ്റ ലഭ്യമാണല്ലോ. ഈ ടൂളുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്രസന്റേഷൻ സ്കിൽസ് മെച്ചപ്പെടുത്തുക? അവിടെയാണ് ആര്യന കൂടുതൽ സയന്റിഫിക് ആകുന്നത്. സ്റ്റേജിൽ നിൽക്കുമ്പോൾ പുറകിലിരിക്കുന്ന ആരെങ്കിലും കോട്ടുവായ ഇട്ടാൽ ചിലപ്പോൾ നമ്മൾ കണ്ടില്ലെന്നു വരും. എന്നാൽ ഗൂഗിൾ അനലിറ്റിക്സ്, ഫേസ്ബുക്ക് ഇൻസൈറ്റ്സ് പോലെയുള്ള ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ ഓഡിയൻസ് ബിഹേവിയറും അവരുടെ പ്രിഫറൻസസും നമുക്ക് കൃത്യമായി ഡേറ്റയായി ലഭിക്കും. ഏത് വീഡിയോയാണ് ആളുകൾ കൂടുതൽ കണ്ടത്, വീഡിയോയുടെ ഏത് മിനിറ്റിലാണ് അവർ സ്കിപ്പ് ചെയ്തു പോയത് എന്നൊക്കെ അറിയാൻ സാധിക്കും. അത് വളരെ യൂസ്ഫുൾ ആണ്. ഉദാഹരണത്തിന്, ഒരു 5 മിനിറ്റ് വീഡിയോയിൽ 2ാമത്തെ മിനിറ്റിൽ ഭൂരിഭാഗം ആളുകളും കൊഴിഞ്ഞുപോയി എന്ന് ഡേറ്റ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വളരെ ലാഗ് ആയിരുന്നു എന്നാണ്. ഇതുകൊണ്ട് എന്തു വർക്ക് ചെയ്യുന്നു, എന്തു വർക്ക് ചെയ്യുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഊഹങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തികച്ചും ഡേറ്റ ഡ്രിവൺ ആയി നമ്മുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ കഴിയും. അത് ശരിക്കും കണ്ണുതുറപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിനി ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് സംഗ്രഹിച്ചാൽ, നിങ്ങളൊരു പ്രൊഫഷണൽ മീറ്റിംഗിന് തയ്യാറെടുക്കുന്ന ആളായാലും ഒരു ഓൺലൈൻ കണ്ടന്റ് ക്രിയേറ്റർ ആയാലും ഈ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു വലിയ ടൂൾ കിറ്റാണ്. നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ട് എന്നതിലുപരി ആ അറിവ് നിങ്ങൾ എങ്ങനെ ആകർഷകമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു, അതായത് നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ എങ്ങനെ ഇമോഷണലായി കണക്ട് ചെയ്യുന്നു, വോക്കൽ ഡെലിവറി എങ്ങനെ നടത്തുന്നു, ഡേറ്റ ഉപയോഗിച്ച് എങ്ങനെ സ്വയം മെച്ചപ്പെടുന്നു എന്നതിലാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം ഇരിക്കുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഉപയോഗിച്ചാൽ ആർക്കും മികച്ചൊരു പ്രസന്ററാകാൻ തീർച്ചയായും സാധിക്കും. പക്ഷെ ദിസ് റേസസ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു വലിയ ചോദ്യമുണ്ട്. നമ്മൾ ഈ അവസാനം പറഞ്ഞ അനലിറ്റിക്സ് ടൂൾസിന്റെ കാര്യം തന്നെ എടുക്കാം. ഡാറ്റ ഉപയോഗിച്ച് ഒരു ഓഡിയൻസിന് എന്താണ് വേണ്ടതെന്ന് ഇന്ന് നമുക്ക് കൃത്യമായി അളന്നെടുക്കാൻ കഴിയും. ഏത് സെക്കൻഡിൽ അവർ ചിരിക്കും, ഏത് വാക്ക് കേൾക്കുമ്പോൾ അവർക്ക് ബോറടിക്കും, ഏത് പോയിന്റിൽ അവർ വീഡിയോ ക്ലോസ് ചെയ്യും എന്നൊക്കെ ആൽഗോരിതങ്ങൾ കൃത്യമായി പറഞ്ഞുതരും. അങ്ങനെയാണെങ്കിൽ ഭാവിയിലെ അവതരണങ്ങൾ വെറുമൊരു ഗണിതശാസ്ത്ര ഫോർമുല പോലെയാകുമോ? അതോ ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന അപ്രതീക്ഷിതമായ വൈകാരികതകളും ആ നിമിഷത്തിൽ സംഭവിക്കുന്ന ചില ചെറിയ അപൂർണതകളുമാണോ ഒരു പ്രസന്റേഷനെ യഥാർത്ഥത്തിൽ കൂടുതൽ ആകർഷകമാക്കുന്നത്? മനുഷ്യന്റെ ആ ഒരു പേഴ്സണൽ ടച്ചാണോ, അതോ ഡയറ്റ നൽകുന്ന ആ ഒരു കോൾഡ് പെർഫെക്ഷനാണോ ഭാവിയിൽ പ്രേക്ഷകളെ കീഴടക്കുക? ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു ഗംഭീര ചിന്തനയാണ്. എല്ലാം ഒരു ഫോർമുല പടി ചെയ്യുമ്പോൾ അതിൽ ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നു തന്നെയാണ്. പെർഫെക്ഷനാണോ അതോ ആ ഒരു ഹ്യൂമൻ എലമെൻ്റാണോ നമ്മളെ കൂടുതൽ കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓരോരുത്തരും അവരുടേതായ രീതിയിൽ കണ്ടെത്തേണ്ട ഒരു ഉത്തരമാണ്. എന്തായാലും ഇന്നത്തെ ഈ ഡീപ്പ് ഡൈവ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അടുത്ത തവണ നിങ്ങളൊരു മീറ്റിങ്ങിലോ സ്റ്റേജിലോ സംസാരിക്കാൻ പോകുമ്പോൾ ഈ പറഞ്ഞ ടൂൾ കിറ്റ് കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഈ ഡിസ്കഷനിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയൊരു നന്ദി. വീണ്ടും കാണാം.